നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ 3 മെട്രോ സ്റ്റേഷനുകൾ ഒരുങ്ങുകയാണ്. പൊതുഗതാഗത രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാവുന്നതിന്റെ ഭാഗമായാണ് ഇത്. ദുബായിൽ 3 മെട്രോ സ്റ്റേഷനുകൾ വികസിപ്പിക്കാനാണ് കരാറിൽ ധാരണയായത്. ദുബായിൽ പൊതുഗതാഗത രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3 മെട്രോ സ്റ്റേഷനുകൾ വികസിപ്പിക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കരാർ നൽകി കഴിഞ്ഞു. 5 വർഷത്തിനുള്ളിൽ വികസനം നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മെട്രോ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിലൂടെ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനും ഇതുവഴി സാധിക്കും. സ്റ്റേഷനുകളുടെ വിപുലീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് പദ്ധതിയെന്ന് RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മാത്തർ അൽതായർ വ്യക്തമാക്കി. 5 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ 40 മെട്രോ സ്റ്റേഷനുകളുടെയും മറൈൻ സ്റ്റേഷനുകളുടെയും വികസനം നടപ്പാക്കും. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ഓരോ സ്റ്റേഷനുകളിൽ നിന്നും വിവിധ യാത്രാമാർഗങ്ങളിലേക്ക് മാറാനുള്ള സൗകര്യം, നിശ്ചയദാർഢ്യമുള്ളവർക്ക് മികച്ച സംവിധാനം ഏർപ്പെടുത്തൽ എന്നിവ വിപുലീകരണത്തിൽ ഉൾപ്പെടുത്തും. നടപ്പാത നിർമ്മാണം, സൂചികാ ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവയും വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. 3 മെട്രോ സ്റ്റേഷനുകൾ വികസിപ്പിക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കരാർ നൽകി കഴിഞ്ഞു. 5 വർഷത്തിനുള്ളിൽ 40 മെട്രോ സ്റ്റേഷനുകളുടെയും മറൈൻ സ്റ്റേഷനുകളുടെയും വികസനം നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മാത്തർ അൽതായർ അറിയിക്കുകയുണ്ടായി. ഓരോ സ്റ്റേഷനുകളിൽ നിന്നും വിവിധ ഗതാഗത മാർഗങ്ങളിലേക്ക് മാറാനുള്ള സൗകര്യം, കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയും ഇതിലുൾപ്പെടുന്നു. റെഡ് ലൈനിലെ ദുബായ് ഇന്റർനെറ്റ് സിറ്റി, ഡമാക് പ്രോപ്പർട്ടീസ്, UAE എക്സ്ചേഞ്ച് സ്റ്റേഷനുകളാണ് വിപുലീകരിക്കുക. ഇതിനു പുറമെ അൽ റാഷിദിയ, ജിജിക്കോ, അൽ ഖ്വയ്ദ, നൂർ ബാങ്ക് ഫിനാൻഷ്യൽ സെന്റർ എന്നീ സ്റ്റേഷനുകളിലും പരിഷ്കരണം കൊണ്ടുവരും. ദുബായ് വാട്ടർ കനാൽ, ഷെയ്ഖ് സായിദ് റോഡ് എന്നീ ജലഗതാഗത സ്റ്റേഷനുകളും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പട്ടികയിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.